എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ബിറ്റ്നെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദാവോൺ പറഞ്ഞില്ലേ, അവനാണെങ്കിൽ ആ കില്ലറിനെ കൊല്ലാൻ പോവാണ്, എന്നിട്ട് അവനും ഹെല്ലിലോട്ട് വരുക എന്ന്. അവൾക്കാണെങ്കിൽ അവളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ബിറ്റ്നെയും ദാവോണും കൂടി ചേർന്നിട്ട് നമ്മളുടെ ആ ഡിറ്റക്റ്റീവില്ലേ, അതായത് ദാവോണിൻ്റെ അമ്മ, അവരെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവരുടെ ബോഡി കാണുന്നതും ദാവോൺ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് മാറും. അങ്ങനെ നമ്മുടെ ബിറ്റ്നെ ആണെങ്കിൽ അവരുടെ തലയിലായിട്ട് കൈ വെച്ചിട്ട് അവരെങ്ങനെയാണ് മരിച്ചത് എന്ന് നോക്കും. അപ്പോൾ അവിടെ ആയിട്ട് അവളൊരു ഫേസ് കാണും. എന്നാൽ നമ്മുടെ ബിറ്റ്നെക്കായിരുന്നാൽ കൂടി കൂടുതൽ അങ്ങോട്ട് കാണാൻ പറ്റത്തില്ല. അവൾ അവിടെ നിന്നങ്ങ് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം ഫ്യൂണറലിൻ്റെ ചടങ്ങ് നടക്കുന്നതാണ്. അവിടെ നമ്മളുടെ ദാവോൺ ആണെങ്കിൽ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു സ്പീച്ച് തന്നെ കൊടുക്കും. അവൻ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കും. ഇത് കേൾക്കുന്നത് നമ്മളുടെ ബിറ്റ്നെക്ക് അങ്ങ് ഒരുമാതിരിയാവും. അവളാണെങ്കിൽ അവളുടെ കണ്ണുനീര് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് മഴ പെയ്യാൻ തുടങ്ങും. അവളുടെ അടുത്തിരിക്കുന്ന അസിസ്റ്റന്റ് പെണ്ണ് കൊട നോക്കാൻ വരുന്നതും നമ്മളുടെ ബിറ്റ്നെ വേണ്ട എന്ന് പറയും. അവളുടെ കണ്ണീര് ആ മഴയിൽ വെച്ചിട്ട് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ ദാവോണും പെട്ടെന്ന് ഭയങ്കര വയലന്റ് ആയിട്ട് പറയും, ഞാൻ നിന്നെ കൊല്ലുവടാ എന്ന്. സത്യത്തിൽ അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ട് നമ്മളുടെ ബിറ്റ്നെയും അങ്ങ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിരുന്നു. അവളുടെ ഫേസ് കാണുന്നതും ആ അസിസ്റ്റന്റ് പെണ്ണിനെ മനസ്സിലാവും, അതായത് ബിറ്റ്നെ ഇവിടെ കരയുക എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ബിറ്റ്നെയും ദാവോണും കൂടി കാണുന്നതാണ്. അവിടെ നമ്മളുടെ ദാവോണാണെങ്കിൽ അവളുടെ അടുത്ത് ആരാണ് കൊന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അപ്പം നമ്മളുടെ ബിറ്റ്നെ പറയും, സത്യത്തിൽ നീ ആദ്യമേ നിന്നെ സ്ട്രോങ് ആക്കി വെക്കേണ്ട കാര്യമുണ്ട് എന്ന്. എന്നാൽ നമ്മളുടെ ദാവോൺ ചോദിക്കും, നിനക്ക് എല്ലാവരെയും കൊല്ലാൻ പറ്റുമല്ലോ, പിന്നെ എന്താ എനിക്ക് കൊന്നാല് എന്ന്. അവൾ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ എല്ലാവർക്കും പണിഷ്മെൻറ്റ് കൊടുക്കുന്ന ഒരാളാണ്, അത് നിനക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ കൂടെ നിനക്ക് വർക്ക് ചെയ്യണോ എന്നുണ്ടെങ്കിൽ നീയും നല്ല സ്ട്രോങ് മൈൻഡഡ് ആയിരിക്കണോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ അസിസ്റ്റൻറ്റിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഹെല്ലി പോകുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ചർച്ചിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതാണെങ്കിൽ ആ അസിസ്റ്റന്റ് പെണ്ണ് കാണും. അവളാണെങ്കിൽ ഇവനെ വന്നിട്ട് നല്ലതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്യും. ജസ്റ്റിസ് സ്റ്റേയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും എന്നും പറഞ്ഞിട്ട് അവൾ അവനോട് ചോദിക്കും, നിന്നോട് ഞാൻ പറഞ്ഞേയില്ലേ ബിറ്റ്നെ എപ്പോഴേലും കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറിയിക്കണം എന്ന്. എന്നാൽ ഇവിടെ നമ്മളുടെ അസിസ്റ്റന്റിന് അതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അവനവിടെ ചോദിക്കും, അല്ല ഇതൊക്കെ എന്തിനാ ഞാൻ നിന്റെ അടുത്ത് പറയുന്നത് എന്ന്. അപ്പോൾ അവൾ പറയും, ഞാൻ വെനാറ്റ് വേണം എന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ അസിസ്റ്റന്റ് ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. അവൻ ചോദിക്കും, ഓ അപ്പോൾ നീ സാത്താനല്ല വെനാറ്റ് ആണല്ലേ എന്ന്. യഥാർത്ഥത്തിൽ ഇവളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഭൂമിയിൽ വന്നേക്കുന്ന ഡീമൻസ് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുക എന്നതാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ബിറ്റ്നെയാണെങ്കിൽ ഒരു ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന അവളുടെ കണ്ണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ പറയും, നിന്റെ കണ്ണിന് പ്രശ്നമൊന്നുമില്ല എന്ന്. അപ്പോൾ അവൾ ചോദിക്കും, പിന്നെ എന്താ ഞാൻ കരഞ്ഞത്? അപ്പോൾ ഡോക്ടർ സിറ്റുവേഷൻ ചോദിക്കും. നമ്മളുടെ ബിറ്റ്നെയാണെങ്കിൽ സിറ്റുവേഷൻ പറയുന്നത് ഡോക്ടർ പറയുന്നത് അതിൻ്റെ അർത്ഥം നിനക്ക് അവനോട് ലവ് ആണ് എന്നാ. ഇത് കേൾക്കുന്നേ ബിറ്റ്നെ അത് സമ്മതിച്ചു കൊടുക്കത്തില്ല. അവൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് ഇറങ്ങും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ദാവോണ്ടൊക്കെ ആ ഓഫീസിലെ അവിടെ എല്ലാവരും ആ ഡിറ്റക്റ്റീവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമായിരുന്നു. എല്ലാവരും അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും. പെട്ടെന്ന് തന്നെ അവരുടെ സൂപ്പർവൈസർ വന്നിട്ട് പറയും, നിങ്ങളൊരിക്കലും ആ ഡിറ്റക്റ്റീവിൻ്റെ കേസ് അന്വേഷിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ സീനിയേഴ്സ് അത് ചെയ്തോളും. നിങ്ങൾ മുന്നേ ഏത് കേസാണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ നോക്കിയാൽ മതി. പുതിയതായിട്ടൊരാളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇയാളായിരിക്കും ഇനി മുതൽ നിങ്ങളുടെ കൂടെ ടീം ലീഡറായിട്ട് നിൽക്കുന്നത് എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാവരോടും ഒരു മീറ്റിംഗ് നടത്തുന്നതാണ്. അവിടെയാണെങ്കിൽ എല്ലാവരും സംസാരിക്കും. ആ ഡിറ്റക്റ്റീവ് ചോദിക്കും, അല്ല നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന്. അപ്പോൾ അക്കൂട്ടത്തിലുള്ള ഒരാൾ നമ്മുടെ ബിറ്റ്നയുടെ പേരാ പറയുന്നത്. ഉടനെ തന്നെ ദാവോൺ ചോദിക്കും, അതിന് ബിറ്റ്നെ ചെയ്തതിന് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? ബിറ്റ്നെ എത്രയോ കേസസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അവരെല്ലാവരും മരിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇത് കേൾക്കുന്നതും ആ കൂടെ ഇരിക്കുന്ന ഡിറ്റക്റ്റീവ് ചോദിക്കും, അല്ല നിനക്ക് എന്താ ഇപ്പം പറ്റിയത്? നീ ഇത്രയും നാളും അവളുടെ പുറകെ നടക്കുമായിരുന്നില്ലേ? എന്നാൽ നമ്മളുടെ ദാവോൺ പറയും, ഞാനിപ്പോൾ അതൊക്കെ അങ്ങ് വിട്ടേക്കുവാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ബിറ്റ്നെയാണെങ്കിൽ ദാവോണിനെയും വിളിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്, അവൻ്റെ മൂഡ് നേരെയാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ തൊട്ടടുത്തിരിക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ ആ ഡിറ്റക്റ്റീവിൻ്റെ മരണത്തിനെ പറ്റി ഭയങ്കര മോശമായിട്ട് സംസാരിക്കും. അവരുടെ കൈയും കാലും ഒക്കെ വെട്ടിയ നിലയിലാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ കേൾക്കുന്നതിന് ദാവോണിന് ദേഷ്യം വന്നിട്ട് അവൻ ഓടിച്ചെന്ന അയാളുടെ കോളറിൽ കയറി പിടിച്ചിട്ട് അയാളോട് അടി കൂടാൻ തുടങ്ങും. ഇത് കാണുന്ന ബിറ്റ്നെയാണെങ്കിൽ അവിടെ വന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഫോൺ എടുത്ത് വാങ്ങി തറയിലിട്ട് ചവിട്ടി പൊട്ടിക്കും. എന്നിട്ട് നമ്മുടെ ദാവോണിനെയും വിളിച്ചുകൊണ്ട് നടന്നെങ്ങ് വരും. അവളിങ്ങനെ ചെയ്യാനുള്ള റീസൺ തന്നെ ദാവോണിൻ്റെ അടുത്തുനിന്ന് ഫോക്കസ് മാറി അവളിലോട്ട് ഫോക്കസ് എത്താൻ വേണ്ടിയിട്ടാണ്. അവൾ അവൻ്റെ അടുത്ത് പറയും, ഇനി മേലെ നീ ഇങ്ങനെയുള്ള ഒരു പരിപാടിയിലും ചെന്ന് ചാടരുത്, എല്ലാ തവണ എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഇത് കേൾക്കുന്നതും ദാവോൺ അവളുടെ അടുത്ത് താങ്ക് യു പറയും. എന്നിട്ട് നമ്മളുടെ ദാവോണോട് പറയുന്നത് തന്നെ, ഞാനാണെങ്കിൽ ആരെങ്കിലും കൊന്നു കഴിഞ്ഞ് നീ എന്നെ ഹെല്ലിലോട്ട് പറഞ്ഞു വരണം, നിന്റെ കൈ കൊണ്ട് മരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന്. ഇതൊക്കെ കേൾക്കുന്നതും ബിറ്റ്നെയും ഇരുന്ന് ചിരിക്കും. സത്യം പറഞ്ഞാൽ ഇതെല്ലാം അവളുടെ അസിസ്റ്റന്റ് അവിടെ ഇരുന്ന് കേൾക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ബിറ്റ്നെയാണെങ്കിൽ ആ ക്ലീനേഴ്സിനെ വന്ന് കാണുന്നതാണ്. അവൾ വന്നിട്ട് അവരുടെ അടുത്ത് പറയും, ദാവോണിൻ്റെ അച്ഛനും അമ്മയും അനിയനും ഇപ്പോൾ ഹെല്ലിലുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വരണം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ബിറ്റ്നെയും ദാവോണും കൂടി സംസാരിക്കുന്നതാണ്. അവിടെ അവൾ ചോദിക്കും, അല്ല നിന്റെ പേരൻസ് എങ്ങനെയാ മരിച്ചത്, നീ എന്താണ് കണ്ടത് എന്ന്. അവിടെ ദാവോൺ പറയും, ഞാൻ വന്ന സമയത്ത്
സമയത്ത് എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ജീവനുണ്ടായിരുന്നു, അച്ഛനാണെങ്കിൽ അനിയത്തിനെയും കെട്ടിപ്പിടിച്ച് മരിച്ചു കിടക്കുമായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ബിറ്റ്നിക്ക് ഭയങ്കര ഇമോഷണലാവും. അവളുടെ കണ്ണീരൊക്കെ വരാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ അവിടെ നിന്ന് നമ്മളുടെ അസിസ്റ്റന്റിനെ അങ്ങ് പറഞ്ഞു വിടും. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയും ഞാൻ ഭയങ്കര ടയേർഡായെന്നും പറഞ്ഞിട്ട് അവളുടെ ഫേസ് മറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഈ അസിസ്റ്റന്റ് നേരെ വന്നിട്ട് ആ അസിസ്റ്റന്റ് പെണ്ണിൻ്റെ അടുത്ത് പറയുന്നതാ ഇന്ന് ഞാൻ ബിറ്റ്നെ കരയുന്നത് കണ്ടായിരുന്നു എന്ന്. അവൾക്ക് ഇവിടെ വലിയ ഡൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേർക്കും ഇടയിൽ എന്താണ് ബന്ധം എന്ന് അവൾ അതിനെപ്പറ്റിയൊക്കെ ഇരുന്ന് ആലോചിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ബിറ്റ്നെ ആണെങ്കിൽ ഉറങ്ങിക്കിടക്കാൻ നേരത്ത് ആ വയസ്സായ ലേഡിയില്ലേ അവരാണെങ്കിൽ ബിറ്റ്നെ വന്ന് ചവിട്ടി തറയിലായിട്ടും കിട്ടുന്നതാ. അങ്ങനെ നമ്മളുടെ ബിറ്റ്നെ ആണെങ്കിൽ അവരെ ഫോളോ ചെയ്ത് ഒരു സ്ഥലം വരെ വരും. വന്ന് നോക്കുമ്പോൾ അവിടെ നമ്മളുടെ ഈ അമ്മൂമ്മയാണെങ്കിൽ അവരുടെ യഥാർത്ഥ രൂപമായിട്ടുള്ള ആ ഏഞ്ചലിന്റെ ഫോമിലോട്ട് വരും. ഇത് കാണുന്നത് നമ്മളുടെ ബിറ്റ്നെ ആണെങ്കിൽ അവളുടെ കയ്യിലുള്ള ആ വാളെടുത്തിട്ട് അവർക്ക് നേരെ പോയിന്റ് ചെയ്യും. എന്നാൽ ആ വാളിനാണെങ്കിൽ ഈ അമ്മാമ്മനെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ ഇപ്പോൾ ഏഞ്ചലിന്റെ യഥാർത്ഥ രൂപത്തിൽ ഒരാൺചെറുക്കനാ നിൽക്കുന്നത്. അവനാണെങ്കിൽ പറയും ഞാൻ യഥാർത്ഥത്തിൽ ഹെവനിൽ നിന്ന് വന്ന വലിയൊരു മാലാഖയാണ്. എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഭൂമിയിലുള്ള നല്ല ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാ. യഥാർത്ഥത്തിൽ നീ ആരേക്കാണോ കൊന്നത് അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാരെ രക്ഷിച്ചതൊക്കെ ഞാനാണ്. സത്യത്തിൽ ഞാൻ ദാവോണിന്റെ അന്ന് മരിച്ചു കിടന്ന ആ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അവൻ്റെ അമ്മ ഇവിടെ പ്രാർത്ഥിച്ചത് എൻ്റെ മകനെ രക്ഷിക്കണേ എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ദാവോണിനെ ഇത്രയും കാലം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിന്നത്. അപ്പോൾ നമ്മളുടെ ബിറ്റ്നെ ചോദിക്കും അല്ല ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത് എന്ന്. അപ്പോൾ നമ്മളുടെ ഈ മാലാഖ പറയാനായിട്ട് തുടങ്ങും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അവൻ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചില്ലേ, ഇനി അതിനുശേഷം എനിക്ക് അവനെ ഒരിക്കലും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അക്കാര്യം പറയാനാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്നത്. നീ വേണം ഇനി മുതൽ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ രണ്ടുപേരിലും ഒരാൾ മാത്രമേ ജീവനോടെ കാണത്തുള്ളൂ. അപ്പോൾ ബിറ്റ്നെ പറയും ഞാനവനെ ഹെല്ലിലോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തേക്കുവായിരുന്നു. അപ്പോൾ ഈ ഏഞ്ചൽ പറയാൻ തുടങ്ങും അതിലൊന്നും എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ആ അപ്പാർട്ട്മെന്റിന്റെ ഓണർ ലേഡിയില്ലേ അവരാണെങ്കിൽ അവിടെ തന്നെ ഉള്ള 2 പേർക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നേ. അതിലുള്ള ഒരു ചെറുക്കനാണെങ്കിൽ അവിടെയുള്ള ഒരു റൂം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ ഈ ലേഡി പെട്ടെന്ന് വന്നിട്ട് പറയും അത് നീ ഓപ്പൺ ചെയ്യരുത്, അതിൽ കയറാൻ ആർക്കും അധികാരമില്ല എന്ന്. ഇവിടെ ആ ലേഡി ആണെങ്കിൽ ഭയങ്കര സസ്പീഷ്യസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ പൊളിറ്റീഷ്യൻ ഇല്ലേ അയാളുടെ മോനാണെങ്കിൽ ഒരു കാർ ഓടിച്ച് 2-3 പിള്ളേരെ ആക്സിഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. പെട്ടെന്ന് തന്നെ അവിടെ നിൽക്കുന്ന നമ്മളുടെ മാലാഖയായിട്ടുള്ള അമ്മൂമ്മയാണെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിലിരുന്ന കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ തറയിലായിട്ട് ഇടും. ഇത് കാണുന്ന കുട്ടികൾ അവിടെ നിന്ന് രക്ഷപ്പെടും. ഈ ചെറുക്കനാണെങ്കിൽ വണ്ടി ഒരു പോസ്റ്റിലായിട്ട് കൊണ്ടുവന്നങ്ങ് ഇടിക്കും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഇത് ന്യൂസിലൊക്കെ വരും. നമ്മളുടെ ബിറ്റ്നെ ആണെങ്കിൽ ശ്രദ്ധിക്കുന്നതും അവൾ ഭയങ്കര ഷോക്കായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇതേ ആളുടെ ഫേസ് തന്നെയാണ് നമ്മളുടെ ആ ഡിറ്റക്റ്റീവിന്റെ മരണത്തിന് അവളാണെങ്കിൽ നെറ്റിൽ കൈ വെച്ചപ്പോൾ കണ്ടത്. അങ്ങനെ അവൾ ഇതിനെ പറ്റിയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ബിറ്റ്നയ്ക്കാണെങ്കിൽ ആ പൊളിറ്റീഷ്യന്റെ അടുത്തുനിന്ന് കോള് വരുന്നതാണ്. അവൾ അങ്ങനെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ സ്ഥലത്തായിട്ട് വരും. എന്നാൽ അവൾക്ക് അവിടുത്തെ ഡിന്നർ കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അവൾ അങ്ങനെ വേഗം തന്നെ അവിടെ നിന്നങ്ങ് ഇറങ്ങും. എന്നാൽ ഇത് കാണുന്നതും ആ പൊളിറ്റീഷ്യന്റെ മോനാണെങ്കിൽ ബിറ്റ്നെ അടുത്ത് വന്നിട്ട് ചോദിക്കും യഥാർത്ഥത്തിൽ നീ ബിറ്റ്നെയല്ല, നീ യഥാർത്ഥത്തിൽ ആരാണ്? അപ്പോൾ അവൾ ചോദിക്കും നീ എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? അവൻ പറയാൻ തുടങ്ങും അവൾക്ക് എന്നെ കാണുന്നത് ഭയങ്കര പേടിയായിരുന്നു, അവളല്ലേലും ഇത്രയും വില കുറഞ്ഞ അപ്പാർട്ട്മെന്റിലൊന്നും പോയി താമസിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൾ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അവൾ പറയുന്നത് തന്നെ ആദ്യമേ നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറ എന്നെ വിളിക്കുന്നത് നിർത്താൻ, എങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരത്തില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നങ്ങ് നടക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ദാവോൺ ആണെങ്കിൽ അവൻ്റെ ഓഫീസിലായിട്ട് നിൽക്കുന്നതും അവിടെയായിട്ട് അവൻ്റെ കൊളീഗ്സ് വന്നിട്ട് ചോദിക്കുന്ന അല്ല നീ ഇപ്പോൾ എന്തിനാണ് ആ ബിറ്റ്നയുടെ സൈഡ് പിടിക്കുന്നത് എന്ന്. ഉടനെ തന്നെ നമ്മുടെ ദാവോൺ പറയാനായിട്ട് തുടങ്ങും അല്ല ഞാനിപ്പോൾ അവളുടെ സൈഡ് പിടിക്കുന്നതിലാണോ തെറ്റ്? നിങ്ങളാണെങ്കിൽ അന്ന് മര്യാദയ്ക്ക് എൻ്റെ അമ്മയുടെ കൂടെ നിന്നില്ലായിരുന്നു എങ്കിൽ എൻ്റെ അമ്മയാണെങ്കിൽ ഇപ്പോഴും ജീവനോടെ കണ്ടേനെ. ഇത് കേൾക്കുന്നതും അവൻ്റെ കൂടെയുള്ള ആ ഡിറ്റക്റ്റീവിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് നമ്മുടെ ദാവോൻ്റെ മുഖത്തായിട്ട് ഒരു അടിയങ്ങ് വെച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ബിറ്റ്നെയാണ്. അവളാണെങ്കിൽ അവളുടെ കൂടെയുള്ള അസിസ്റ്റന്റിന്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. അസിസ്റ്റന്റിനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അതായത് നമ്മുടെ ബിറ്റ്നെ ഇപ്പോൾ കൊലയാളി ആരാന്ന് കണ്ടുപിടിച്ചില്ലേ. എന്നാൽ നമ്മുടെ ബിറ്റ്നെ പറയും എനിക്ക് അവനിൽ ഭയങ്കര വിശ്വാസം ഇല്ല എന്ന്. എന്നാൽ അസിസ്റ്റന്റ് പറയുന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ അവൻ ആ ഡിറ്റക്റ്റീവിനെങ്കിലും കൊന്നില്ലേ, അതുകൊണ്ട് നമുക്ക് ഗുണം മാത്രമേ ഉള്ളൂ എന്ന്. എന്നാൽ നമ്മുടെ ബിറ്റ്നെ അവിടെ പറയുന്നത് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ദാവോന്റെ കാര്യം എങ്ങനെയാ? ഇത് കേൾക്കുന്നതും അസിസ്റ്റന്റ് ഭയങ്കരമായിട്ട് ഡൗട്ട് അടിക്കും. എന്നാൽ നമ്മുടെ ബിറ്റ്നെ പറയും അവനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ബിറ്റ്നെ അവളുടെ വീട്ടിൽ വരുമ്പോൾ അവിടെ വെച്ചിട്ട് ദാവോണിനെ കാണുന്ന അവന്റെ ചുണ്ടിൽ നിന്ന് രക്തം വരുന്ന കാണുന്ന നമ്മുടെ ബിറ്റ്നയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാവും. അവൾ വേഗം തന്നെ അവനെ പിടിച്ചുകൊണ്ടിരുത്തിയിട്ട് അവന്റെ ചുണ്ടിലായിട്ട് മരുന്നിട്ട് കൊടുക്കാനായിട്ട് തുടങ്ങും. ഇപ്പം നമ്മുടെ ദാവോണിനാണെങ്കിൽ ബിറ്റ്നെ അടുത്ത് കുറച്ച് ഫീലിങ്സ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവനാണെങ്കിൽ അവളുടെ അടുത്തായിട്ട് ക്ലോസ് ആയിട്ട് വരും. പെട്ടെന്ന് തന്നെ ബിറ്റ്നെ പറയും ഞാനൊരു ഡീമനാണ്, നീ അത് മറക്കരുത് എന്ന്. അവൾ ഭയങ്കരമായിട്ട് ബ്ലഷ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ദാവോൺ പറയും അതെ നീ ഇപ്പം ഇട്ടിരുന്ന മരുന്ന് തെറ്റാണ്, നീ എനിക്ക് ലിബാമാണ് എൻ്റെ ചുണ്ടിലിട്ട് തരുന്നത് എന്ന്. ഇത് കേൾക്കുന്നതും ബിറ്റ്നെ ഭയങ്കരമായിട്ട് അങ്ങ് നാണം കേട്ടായിരുന്നു. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വണ്ടി ഓടിച്ചു വന്ന നമ്മളുടെ ആ കില്ലറില്ലേ അവൻ്റെ ട്രയൽ നടക്കുന്നതാണ്. അവിടെ നമ്മളുടെ ബിറ്റ്നെ ആണെങ്കിൽ അവൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ട്
സംസാരിക്കും. എന്നിട്ട് പറയും എൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കാം. എന്നാൽ അവൻ അതിന് റെഡി അല്ലായിരുന്നു. ബിറ്റ്നെ അവിടെ ഫോഴ്സ്ഫുള്ളി അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവൻ്റെ അടുത്ത് കാര്യങ്ങൾ തിരക്കും. അവൻ്റെ കണ്ണ് കാണുന്നതും ബിറ്റ്നയ്ക്ക് മനസ്സിലാവും. അതായത് ഡിറ്റക്റ്റീവിനെ കൊല്ലുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു, പക്ഷേ അവൻ ഭയങ്കരമായിട്ട് വിറച്ച് നിൽക്കുമായിരുന്നു എന്ന്. ഇവിടെ അവർക്ക് കൺഫേം ആവും അവനല്ല അവരെ കൊന്നത്, അവനല്ല സീരിയൽ കില്ലർ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ദാവോണും അതേപോലെ തന്നെ പുതിയ ഡിറ്റക്റ്റീവിലെ രണ്ടുപേരോട് നിൽക്കുന്നത്. അയാൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളുടെ ആ കുട്ടിയുടെ സ്റ്റെപ്പ് മദർ ഇല്ലേ, അവരെ കൊന്ന കേസിൽ എന്തോ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്. അടുത്തുള്ളൊരു ഷോപ്പിലെ CCTV ഉണ്ട് എന്ന്. ഇത് കേൾക്കുന്നതിന് ദാവോൺ ഭയങ്കരമായിട്ട് ഷോക്കാവും. അങ്ങനെ അവർ ആ CCTV ഉള്ള ഷോപ്പിലായിട്ട് വരും. അവിടെ നമ്മളുടെ ദാവോണാണ് എല്ലാം ചെക്ക് ചെയ്യുന്നത്. ആ ടൈമിൽ നമ്മളുടെ ഡിറ്റക്റ്റീവ് ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരും. ഇവിടെ നമ്മളുടെ ദാവോൺ കാണും. അതായത് അവിടുത്തെ ആ CCTVയിൽ നമ്മളുടെ ബിറ്റ്നയുടെ ആ കാറ് അതിൽ പാസ് ചെയ്ത് പോകുന്നത് ഉണ്ട് എന്ന്. ഇത് കാണുന്നതും അവൻ ആ ഫുട്ടേജ് എല്ലാം ഡിലീറ്റ് ആക്കും. എന്നാൽ ഇതെല്ലാം ഡിറ്റക്റ്റീവ് കണ്ടിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ വന്ന് നമ്മളുടെ ദാവോൻ്റെ അടുത്ത് പറയും, ഓഹോ നീ അതെല്ലാം ഡിലീറ്റ് ആക്കിയല്ലേ, നീ എന്തിനാ അങ്ങനെ ചെയ്തത്, നിനക്ക് ഇത്രയ്ക്കും ഇഷ്ടമാണോ ആ ബിറ്റ്നേനെ? എന്നാൽ നമ്മളുടെ ദാവോണിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഈ ഡിറ്റക്റ്റീവ് പറയും ഞാനിത് സീക്രട്ടാക്കി വെച്ചേക്കാവെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഈ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ ആ അസിസ്റ്റന്റ് പെണ്ണില്ലേ അവളെ കാണാൻ വേണ്ടിയിട്ട് ഷോപ്പിലായിട്ട് വരുന്നതാണ്. എന്നിട്ട് അവൻ പറയും നീ പറഞ്ഞത് ശരിയാണ്, ദാവോണിന് ബിറ്റ്നെ അടുത്ത് ഫീലിങ്സ് ഉണ്ട്, അത് ഞാൻ കൺഫേം ആക്കിയെന്ന്. യഥാർത്ഥത്തിൽ ഇവൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ അസിസ്റ്റന്റ് പെണ്ണ് ഹെല്ലിന്ന് വിളിച്ചു വരുത്തിയ ഒരാളാണ് കേട്ടോ. ഇവന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഡീമൻസിനെ കൊല്ലുക എന്നുള്ളത് തന്നെ. അവൻ ആ ഉദ്ദേശത്തോടെ ഇവിടെ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് ആണ്. അവിടെ നമ്മുടെ അസിസ്റ്റന്റ് ആ പെണ്ണില്ലേ അവളാണെങ്കിൽ ഹെല്ലിന്റെ വാതിൽ തുറന്നിട്ട് BLനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ ദാവോണിനെയും ബിറ്റ്നെയും പറ്റി പറയും. അങ്ങനെ BL അയാളുടെ അസിസ്റ്റന്റിനെയാണ് ഇവിടോട്ട് പറഞ്ഞു വിട്ടേക്കുന്നത്. അത് നമ്മളുടെ ദാവോണിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ ദാവോണിന്റെ അടുത്ത് പറയുന്നതാ, ഓക്കെ ഞാൻ ഈ കേസ് വിടാൻ റെഡിയാണ്, പക്ഷെ അതിന് മുന്നേയായിട്ട് എനിക്ക് ബിറ്റ്നെ നേരിട്ട് കണ്ട് സംസാരിക്കണം എന്ന്. അങ്ങനെ നമ്മളുടെ ദാവോൺ ബിറ്റ്നെ അടുത്ത് പറഞ്ഞ് ബിറ്റ്നെ ആണെങ്കിൽ ഈ ഡിറ്റക്റ്റീവിനെ കാണാൻ വേണ്ടിയിട്ട് വരും. ഡിറ്റക്റ്റീവ് അവളെ പിടിച്ചെടുത്തിട്ട് ചോദിക്കും നിനക്ക് ദാവോണിനെ ഭയങ്കര ഇഷ്ടമാണോ എന്ന്. അവന് നിന്നെ വലിയ ഇഷ്ടമാണ്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ബിറ്റ്നെ പറയും നിനക്ക് ഈ തെളിവും വെച്ചിട്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിനക്ക് എന്താന്ന് വെച്ചാൽ കാണിച്ചോ, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ദാവോണിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്നെ കാട്ടി മോശമായിട്ട് വേറെ ആരും തന്നെ കാണത്തില്ല എന്ന് പറഞ്ഞ് ബിറ്റ്നെ ഒരു വാണിംഗ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷമാണ് നമ്മളുടെ ഈ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ ആ അസിസ്റ്റന്റ് പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അവിടെ നമ്മളുടെ ഈ അസിസ്റ്റന്റ് പറയും നിന്റെ അടുത്ത് എന്താണോ BL ചെയ്യാൻ പറഞ്ഞത് നീ അത് തന്നെ ചെയ്യണോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ബിറ്റ്നെ ആണെങ്കിൽ ആ പാർട്ടിക്കാരനില്ല അയാളുടെ മോന്റെ കേസ് വാദിക്കുന്നതാണ്. ബിറ്റ്നെ അവിടെ ഇവന്റെ അടുത്ത് പിഴ അടിക്കാൻ പറയും. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവന് കുറച്ച് പ്രൊബേഷൻ പീരീഡും കൊടുക്കും. അങ്ങനെ കേസ് അങ്ങ് അവസാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ മോനാണെങ്കിൽ അവന്റെ വീട്ടിലായിട്ട് വന്ന ഒരു ലോക്കറിനകത്ത് നിന്ന് സീരിയൽ കില്ലർ എപ്പോഴും കൊല്ലാൻ യൂസ് ചെയ്യുന്ന ആ കത്തി പുറത്തെടുക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഒന്നും വ്യക്തമായിട്ട് കാണിക്കത്തില്ല. ഒരു പക്ഷേ ഇവനായിരിക്കാം സീരിയൽ കില്ലർ, അല്ലെങ്കിൽ ആവാതിരിക്കാം, എന്താണെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ബിറ്റ്നെയും ആ അസിസ്റ്റന്റ് പെണ്ണിനോട് സംസാരിക്കുന്നതാണ്. അസിസ്റ്റന്റ് പെണ്ണിനെ എങ്ങനെയെങ്കിലും അവനെ കൊന്നു കളഞ്ഞോളാൻ വയ്യ. എന്നാൽ നമ്മളുടെ ബിറ്റ്നെ പറയും അവനെ കൊല്ലാനുള്ള സമയമായിട്ടില്ല, എനിക്ക് കുറച്ചുകൂടെ ടൈം വേണം എന്ന്. എന്നാൽ ഇവള് ചോദിക്കും അതെന്താ നിങ്ങൾ അവനെ കൊല്ലാത്തത്, ദാവോണിനെ കാരണമാണോ? ഉടനെ എന്നെ ബിറ്റ്നെ പറയും നീ അവന്റെ കാര്യത്തിൽ തലയിടാതിരിക്കുന്നതായിരിക്കും നിനക്ക് ബെറ്റർ. ഇത്രയും പറഞ്ഞിട്ട് നമ്മളുടെ ബിറ്റ്നെ അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ബിറ്റ്നെ ആണെങ്കിൽ ആ വയസ്സായ ഏഞ്ചലില്ലേ അവരെ കാണാൻ വേണ്ടിയിട്ട് വരുന്നയാ. അവര് പറയും നീ ഇപ്പോൾ നോക്കേണ്ടത് തന്നെ ദാവോണിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന, അതിനു മുന്നേ നീ കണ്ടുപിടിക്കണം നിങ്ങളിൽ ആരാണ് മരിക്കാൻ പോകുന്നത് എന്ന്. അപ്പൊ നമ്മളുടെ ബിറ്റ്നെ പറയും ഞാൻ എന്തായിരുന്നാലും എന്റെ ഒരു മിഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഹെല്ലിലോട്ട് പോകും, അപ്പോൾ ബിറ്റ്നെ മരിക്കുമല്ലോ, അതായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മളുടെ ഈ വയസ്സായവരാണെങ്കിൽ പറയും അതൊന്നും എനിക്കറിയത്തില്ല, അത് നീ കണ്ടുപിടിക്കണം എന്ന്. ഇവിടെ നമ്മളുടെ ബിറ്റ്നയ്ക്ക് നല്ല ടെൻഷനുണ്ട്. അവൾ പോയി കഴിഞ്ഞാൽ ദാവോണിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഓർത്തിട്ട് അവൾ അങ്ങനെ ആ ഓൾഡ് ലേഡി എടുത്ത് ഭയങ്കരമായിട്ട് ബഹളം വെക്കാൻ തുടങ്ങും. തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ വന്നിട്ട് പറയും നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അറ്റ്ലീസ്റ്റ് അവരുടെ പ്രായത്തിനെങ്കിലും ബഹുമാനിക്കണം എന്ന്. ഇവരവിടെ കിടന്ന് ഭയങ്കര ആക്ടിങ് ആണ്, കരയാനൊക്കെ തുടങ്ങും. നമ്മളുടെ ബിറ്റ്നെയാന്ന് ഇത് കണ്ട് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ബിറ്റ്നെ അവളുടെ ചീഫ് വിളിച്ചെടുത്തിട്ട് ഉപദേശിക്കുന്നതാണ്. നീ ആണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭയങ്കര ബഹളം വെച്ചില്ലേ, അതിപ്പോൾ ഭയങ്കര വലിയ വൈറലായിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ നിനക്ക് 10 ദിവസത്തേക്ക് സസ്പെൻഷൻ തരുവാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ ബിറ്റ്നെക്ക് ഭയങ്കര സന്തോഷമാവും. അവൾ ചോദിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് 10 ദിവസം ലീവ് കിട്ടുമെന്നായിരുന്നെങ്കിൽ ഞാനിതൊക്കെ നേരത്തെ ചെയ്താനേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ബിറ്റ്നെയും അവളുടെ അസിസ്റ്റന്റും ദാവോണും കൂടി ചേർന്നിട്ട് ആ സീരിയൽ കില്ലറിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. അവളാണെങ്കിൽ ഇതുവരെ നടന്ന എല്ലാ മർഡർ കേസും എടുത്ത് നോക്കിയിട്ട് അവൾക്കൊരു കാര്യം മനസ്സിലാവും. അതായത് ഇത്രയും നാളും സീരിയൽ കില്ലർ ആരെയൊക്കെയാണോ കൊന്നത് അവരുടെ എല്ലാം ഓരോ ബോഡി പാർട്ടും വെട്ടിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ അവൾക്ക് സാത്താന്റെ കാര്യം ഓർമ്മ വരും. അവൾ അതിനെപ്പറ്റി പറയും ദാവോണിനൊന്നും അറിയത്തില്ലായിരുന്നു. അവൻ ചോദിക്കുമ്പോൾ നമ്മളുടെ ബിറ്റ്നെ പറഞ്ഞു കൊടുക്കും. അതായത് സാത്താന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ മനുഷ്യന്റെ ശരീരത്തിൽ മരിക്കാതെ ജീവിക്കണം എന്നാണ്. അവന്റെ കയ്യിൽ കൈലൂണും ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഓരോ മനുഷ്യന്മാരുടെ ബോഡി പാർട്ട് എടുത്തിട്ട് അതിനെ ഒന്നിപ്പിച്ച് കൈലൂൺ വെച്ച്
വെച്ച് ജീവൻ കൊടുക്കുന്നതാണ്. അപ്പോൾ അവന് അമരനാവാം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബിഗ്നയെ പറ്റി നമ്മളുടെ ദാവോൻ്റെ കൊളീഗ്സ് അന്വേഷിക്കുന്നതാണ്. അവർക്കൊരു കാര്യം മനസ്സിലാവും, അതായത് ബിഗ്നയുടെ കാര്യത്തിൽ ആരും തന്നെ ഒരു കേസും അന്വേഷിച്ചിട്ടില്ല എന്ന്. അവർക്കത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യും. അവളുടെ മരണത്തിൻ്റെ പിന്നിൽ ആ പൊളിറ്റീഷ്യൻ്റെ വീട്ടുകാരാണെന്നും അവന്മാർ സംശയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ദാവോൻ്റെ അടുത്താണെങ്കിൽ ആ ഡിറ്റക്റ്റീവ് വന്നിട്ട് പറയുന്നതാണ്, നീ അന്ന് ഡിലീറ്റ് ആക്കിയ എല്ലാ ഫുട്ടേജസും എൻ്റെ കയ്യിലുണ്ട് എന്ന്. അതും പറഞ്ഞിട്ട് നമ്മളുടെ ദാവോനെ ഭയങ്കരമായിട്ട് അവ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കും. ദാവോണാണെങ്കിൽ അവനിട്ടൊരു അടി അങ്ങ് വെച്ചു കൊടുക്കും. എന്നാൽ അവൻ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് പോലെ നീ കേട്ടേ പറ്റത്തുള്ളൂ എന്നാ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ബിഗ്നയും ദാവോണും കൂടി ചേർന്നിട്ട് ആ സീരിയൽ കില്ലർ വന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്നതാണ്. അവർക്ക് ആർക്കും ആ ഇൻസിഡന്റ് ഇതുവരെ മറക്കാൻ പറ്റിയിട്ടില്ല. അവരിതുവരെയും ആ സീരിയൽ കില്ലറിന് മാപ്പും കൊടുത്തിട്ടില്ല. ഇതൊക്കെ കേൾക്കുന്നത് ബിഗ്നയ്ക്കും അങ്ങ് ഒരുമാതിരിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ്നയും ദാവോണും കൂടി വന്നിട്ട് നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്യുന്നതാണ്. അവിടെ ബിഗ്ന പറയും, എല്ലാവരും വിഷമങ്ങൾ വരുമ്പോൾ നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്യല്ലേ ചെയ്യുന്നത് എന്ന്. ഇതൊക്കെ കേൾക്കുന്നതും ദാവോണിനങ്ങ് ചിരി വരും. അവിടെ ദാവോണാണെങ്കിൽ അവളുടെ അടുത്ത് നല്ലതുപോലെ താങ്ക് യു പറയും അവൻ്റെ കൂടെ ഈ കേസൊക്കെ അന്വേഷിക്കുന്നതിന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ അസിസ്റ്റന്റ് പെണ്ണാണെങ്കിൽ അസിസ്റ്റന്റിനെ കൊണ്ടുവന്നിട്ട് ഡിറ്റക്റ്റീവിനെ കാണിക്കുന്നതാണ്. അവനാണെങ്കിൽ പറയും, ഞാൻ ഉറപ്പായിട്ടും ദാവോണിനെ കൊല്ലുന്നതായിരിക്കും എന്ന്. ഇവിടെ നമ്മളുടെ ഈ അസിസ്റ്റന്റ് ഭയങ്കരമായിട്ടും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ അസിസ്റ്റന്റ് പെണ്ണ് പറയും, നിങ്ങൾ ദാവോണിനെ മാത്രമേ എന്തെങ്കിലും ചെയ്യാവൂ, ജസ്റ്റിസ് ചേനെ വെറുതെ വിടണം എന്ന്. അവൻ ഇത് കേൾക്കുന്നത് ഓക്കെ ഒക്കെ പറയും. പെട്ടെന്ന് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് ഇവൻ ബിയേലിൻ്റെ അടുത്ത് സംസാരിക്കാൻ നേരത്ത് ചോദിക്കുന്നത്, ദാവോണിനെ കൊല്ലുന്ന സമയത്ത് ഇടയിൽ ആരെങ്കിലും കയറി വന്നാൽ അവരെ എങ്ങോ കൊന്ന് കളയട്ടെ എന്ന്. അപ്പോൾ ബിയേൽ ഓക്കെ എന്ന് പറയും. അതിപ്പോൾ ജസ്റ്റിസ് ആയിരുന്നാലും നിനക്ക് കൊല്ലാൻ പറ്റുമെങ്കിൽ കൊന്നോ എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ നമ്മളുടെ ഈ ഡിറ്റക്റ്റീവ് അവിടെ നിന്ന് പോകുന്നത് നമ്മളുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ അസിസ്റ്റന്റ് പെണ്ണിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല എന്നാലും നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന്. അവൾ പറയും, അവൻ നമുക്ക് പ്രോമിസ് ചെയ്തല്ലോ ജസ്റ്റിസിനെ ഒന്നും ചെയ്യത്തില്ല എന്ന്. ഉടനെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് ചോദിക്കും, നീ അവൻ പറഞ്ഞത് വിശ്വസിച്ചോ? അവനൊരു ഡീമൻ ആണെന്നുള്ള കാര്യം നീ മറക്കണ്ട എന്ന്. പോരാത്തേന് അവനും ജസ്റ്റിസയും ഭയങ്കര വലിയ ശത്രുക്കളാണ്. അവൻ ബിയേലിന് മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ റെഡി ആയിരിക്കും എന്നൊക്കെ നമ്മളുടെ അസിസ്റ്റന്റ് പറയും. ഇവിടെ അവനാണെങ്കിൽ ജസ്റ്റിസ് അടുത്ത് എല്ലാം പറയാൻ റെഡി ആയിരുന്നു. എന്നാൽ നമ്മളുടെ ഈ അസിസ്റ്റന്റ് പെണ്ണ് പറയും, നീ എന്തെങ്കിലും അവളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ ചർച്ചിൽ പോകുന്ന കാര്യവും ഞാൻ ചെന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ അസിസ്റ്റന്റ് മിണ്ടാണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഓണർ ലേഡിയില്ലേ, അവരുടെ മോളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആ അസംബ്ലിമാന്റെ മോൻ വരുന്നതാണ്. അയാൾ വന്നിട്ട് പറയും, നിങ്ങളുടെ അമ്മേനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ പേപ്പറിൽ സൈൻ ചെയ്യിപ്പിക്കണം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് തന്നെ നമ്മളുടെ ആ ഓണർ ലേഡീനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ മോള് വരുന്നതാണ്. എന്നാൽ ആ ഓണർ ലേഡി ആണെങ്കിൽ ആ പേപ്പറിനകത്ത് സൈൻ ചെയ്യാൻ റെഡി ആവത്തില്ല. അപ്പോൾ ഈ മോള് ചോദിക്കും, നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മോന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണോ എന്ന്. ഇവിടെ ആ ഓണർ ലേഡി ആണെങ്കിൽ അവരുടെ മോളുടെ അടുത്ത് സോറിയൊക്കെ പറയും. അവൾ പെട്ടെന്ന് വിഷമിച്ച് അവിടെ നിന്ന് പോകുന്നത്, അവിടുത്തെ സ്റ്റെയർ സ്ലിപ്പായി അവൾ വീഴാൻ പോകുന്നതാ. പെട്ടെന്ന് തന്നെ നമ്മളുടെ ബിഗ്ന അവളെ കയറിയങ്ങ് പിടിക്കും. ഇവിടെ നമ്മളുടെ ബിഗ്നയും ദാവോണും വന്നിരിക്കുന്നത് തന്നെ ആ സീരിയൽ കില്ലർ കൊന്നതിൽ ഒരു ആളെന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മളുടെ ഈ ഓണർ ലേഡിയുടെ മൂത്ത മോനായിരുന്നു. അങ്ങനെ നമ്മളുടെ ബിഗ്നയും ദാവോണും വന്നിട്ട് അവരുടെ എല്ലാം ചോദിക്കും. അപ്പോൾ അവർ സത്യമെല്ലാം പറയും. അവരങ്ങനെ അവിടുത്തെ ആ റൂമൊക്കെ ഓപ്പൺ ആക്കി കാണിച്ചു കൊടുക്കും. നമ്മളുടെ ബിഗ്നയാണെങ്കിൽ ആ റൂമിനകത്ത് കയറുമ്പോൾ എന്തുവാ അന്ന് ആ ചെറുക്കൻ മരിക്കുന്നതിൻ്റെ എന്തൊക്കെയാണ് നടന്നതെന്ന് നമ്മളുടെ ബിഗ്നയ്ക്ക് എല്ലാം കാണാൻ പറ്റും. അവനാണെങ്കിൽ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നേരത്താണ് അവനെ ആരോ കൊന്നത്. അവൻ്റെ അമ്മ ഭയങ്കര ബിസി ആയിരുന്നു. അവൻ്റെ അമ്മയാണെങ്കിൽ അവൻ്റെ മരണം അറിഞ്ഞ് ഭയങ്കരമായിട്ട് തകർന്നു പോയിട്ടുണ്ട്. കുറേ വർഷങ്ങൾ അവർ ഭയങ്കര അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുക ചെയ്യുന്നത്. അവർക്ക് ബോധം വരുമ്പോൾ അവരുടെ മോളും ഇപ്പോൾ വലുതായിട്ടുണ്ടായിരുന്നു. അവരവിടെ കിടന്ന് ഭയങ്കര ബഹളം വയ്ക്കും. അവരെങ്ങനെ പള്ളിയിൽ വന്നിട്ട് പ്രാർത്ഥിക്കും, എൻ്റെ മോനെ തിരിച്ചു തരണം എന്നും പറഞ്ഞിട്ട്. ഇതൊക്കെയാണ് സ്റ്റോറി. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ബിഗ്നയും ദാവോണും കൂടി ചേർന്നിട്ട് ദാവോണിൻ്റെ വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെ വന്ന് കയറുന്നതും ബിഗ്നയ്ക്കാണെങ്കിൽ അവൻ്റെ ഫാമിലിയിൽ നടന്നതും എല്ലാം കാണാൻ പറ്റും. അവൾക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് സഹിച്ചിരിക്കാൻ പറ്റത്തില്ല. അവൾ പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങും. അവൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും. അപ്പോൾ ദാവോൺ വന്നിട്ട് ചോദിക്കും, എന്ത് പറ്റിയെന്ന്. ഉടനെ തന്നെ നമ്മളുടെ ബിഗ്ന പറയും, നിന്റെ ഫാമിലി മെമ്പേഴ്സിനെ പറ്റി ഞാൻ അന്വേഷിച്ചായിരുന്നു, അവരാരും തന്നെ ഹെല്ലിലില്ല, അപ്പോൾ അവരെല്ലാവരും സ്വർഗത്തിലോട്ടാണ് പോയിരിക്കുന്നത് എന്ന്. ഉടനെ തന്നെ നമ്മളുടെ ദാവോൺ പറയും, ഞാൻ പക്ഷേ ഹെല്ലിലോട്ടല്ലേ പോകുന്നത്, എനിക്ക് അവരെ കാണാൻ പറ്റത്തില്ല എന്ന്. എന്നാൽ നമ്മുടെ ബിഗ്ന പറയും, നിനക്ക് വേണ്ടി ഞാൻ അവരെ കൊല്ലുന്നതായിരിക്കും, നീ ഒരിക്കലും ഹെല്ലിലോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ്നയാണെങ്കിൽ നമ്മളുടെ ആ അസംബ്ലിമാൻ്റെ മോനെ കാണാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി ചെയ്യുന്ന സ്ഥലത്ത് വരുന്നതാണ്. അവിടെ വെച്ചിട്ട് നമ്മളുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ബിഗ്നയുടെ ഫോൺ അങ്ങ് അടിച്ചു മാറ്റും. അങ്ങനെ നമ്മളുടെ ബിഗ്നയാണെങ്കിൽ ഒറ്റയ്ക്കാണ് അവനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അവനെ കയറി കണ്ടിട്ട് അവൾ ചോദിക്കും, നീയാണോ സാത്താൻ, നിനക്ക് സാത്താനെ പറ്റി അറിയാവോ എന്ന്. എന്നാൽ ആ മോനാണെങ്കിൽ ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. അവൻ ഭയങ്കര പേടിച്ച് വിറച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ
അമ്മേനെ കൊണ്ട് സത്യം ചെയ്യുന്നു. എന്നിട്ട് പറയും നിങ്ങൾ ആരെ പറ്റിയാണ് പറയുന്നതെന്ന് എനിക്ക് യാതൊരുവിധ ഐഡിയയും ഇല്ല എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ ബിറ്റ്നയ്ക്ക് മനസ്സിലാവും ഇവൻ പറഞ്ഞേക്ക സത്യമാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ദാവോൺ ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് അവന് ബിറ്റ്നയുടെ ഫോണിൽ നിന്ന് കോള് വരുന്നതാ. ബിറ്റ്ന അപകടത്തിലാണ് എന്നും പറഞ്ഞിട്ട് കോള് വന്നേക്കുന്നത്. ഇത് വിളിച്ചത് ആരുമല്ല, നമ്മുടെ അസിസ്റ്റന്റ് തന്നെയാണ്. അവനെ കൊണ്ട് ആ അസിസ്റ്റന്റ് പെണ്ണും അതേപോലെ തന്നെ ആ ഡിറ്റക്റ്റീവും കൂടി പറഞ്ഞിട്ടാണ് വിളിപ്പിച്ചേക്കുന്നത്. ദാവോൺ പെട്ടെന്ന് തന്നെ നമ്മുടെ ബിറ്റ്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ചെല്ലും. അതേസമയം തന്നെ നമ്മുടെ അസിസ്റ്റന്റിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ ഒരു പള്ളിയിൽ വന്നിരിക്കുക പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അവനിപ്പോൾ നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. അവനങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തോട്ട് വരുന്നതും അവിടെയായിട്ട് അസിസ്റ്റന്റ് പെണ്ണിനെ കാണും. അപ്പോൾ അവൻ പറയും ഞാൻ ഇനി മുതൽ പള്ളിയിൽ പോകത്തില്ല എന്ന്. അപ്പോൾ അവൾ ചോദിക്കും എന്ത് പറ്റി, നിനക്ക് കുറ്റബോധമാണോ? അപ്പോൾ നമ്മളുടെ ഈ അസിസ്റ്റന്റ് പറയും എത്രയൊക്കെ പറഞ്ഞാലും ഞാനൊരു ഡീമൻ തന്നെയല്ലേ എന്നും പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ അവൻ്റെ കയ്യിലിരുന്ന സൾഫറിൻ്റെ പൗഡർ എടുത്ത് ഈ അസിസ്റ്റന്റ് പെണ്ണിൻ്റെ മുഖത്തായിട്ടങ്ങ് എറിഞ്ഞു കൊടുക്കും. എന്നിട്ട് അവൻ വേഗം തന്നെ ബിറ്റ്നെ വിളിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അപ്പാർട്ട്മെൻറ്റിൽ ചെല്ലും. എന്നാൽ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ അസിസ്റ്റന്റ് പേടിച്ച് വിറച്ച് എന്ത് ചെയ്യണമെന്നറിയാണ്ട് നോക്കി നിൽക്കുന്നേ അവിടെയായിട്ട് നമ്മുടെ മാലാക വരും. അങ്ങനെ ഈ മാലാക വേഗം തന്നെ നമ്മളുടെ ഈ അസിസ്റ്റന്റിനെയും കൊണ്ട് ബിറ്റ്നയുടെ അടുത്തേക്ക് വരും. അപ്പോൾ നമ്മളുടെ ബിറ്റ്നെ ചോദിക്കും അല്ല നിങ്ങൾ എന്താ ഇവിടെ എന്ന്. അപ്പോൾ ഈ മാലാക പറയും എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നല്ല ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതല്ലേ. അതായത് നമ്മുടെ അസിസ്റ്റന്റ് ഇവിടെ നല്ലവനായിട്ടാണ് നിൽക്കുന്നത്. അസിസ്റ്റന്റ് നമ്മളുടെ ബിറ്റ്നെ എടുത്ത് സോറി പറയും. അപ്പം നമ്മുടെ ബിറ്റ്നെ ചോദിക്കും എന്ത് പറ്റി, നീ ചർച്ചയിൽ പോകുന്നതിൻ്റെ പേരിലാണോ? ഇത് കേൾക്കുന്നേ നമ്മളുടെ അസിസ്റ്റന്റ് ഭയങ്കര ഷോക്കായിരുന്നു. അവൻ വേഗം തന്നെ പറയും ദാവോണിന്റെ ജീവൻ അപകടത്തില്ല എന്ന്. പെട്ടെന്ന് തന്നെ പിന്നെ അവിടോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ദാവോണിനെയാണ്. അവനാണെങ്കിൽ ഈ ഡിറ്റക്റ്റീവിനെ കാണുന്നതും ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. അവനാണെങ്കിൽ ബിറ്റ്നെ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും ബിറ്റ്ന മരിച്ചുപോയി എന്ന്. എന്നാൽ നമ്മുടെ ദാവോൺ വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. ഉടനെ തന്നെ ഈ ഡിറ്റക്റ്റീവ് പറയും നീ വിചാരിക്കുന്നത് ഞാനൊരു സാധാരണ മനുഷ്യനാണെന്നല്ലേ, എന്നാൽ അല്ല, ഞാനൊരു ഡീമനാണ്. ഡീമൻ എന്തായിരുന്നാലും വേറൊരു ഡീമനെ കൊല്ലാൻ പറ്റുമല്ലോ. ഇത് കേൾക്കുന്നേ നമ്മുടെ ദാവോൺ ഇവനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. എന്നാൽ ഇവൻ്റെ പവേഴ്സിൻ്റെ മുന്നിൽ നമ്മളുടെ ദാവോണിനെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അവനെ നല്ലതുപോലെ അവനെ എടുത്തിട്ട് അടിക്കും. ദാവോൺ ആണെങ്കിൽ ഇപ്പോൾ ഒരു പരുവായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് ജസ്റ്റിസ് വന്നിട്ട് അവനെ എടുത്തിട്ട് ശരിയാക്കും. എന്നിട്ട് പറയും ഇത്രയും വർഷമായിട്ടും നീ ഒരിക്കലും മാറിയിട്ടില്ല എന്ന്, നീ ഇപ്പോഴും പഴയതുപോലെ തന്നെയാ എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ബിറ്റ്നെ ആണെങ്കിൽ അവളുടെ പവേഴ്സ് എല്ലാം യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് അടി കൂടാൻ തുടങ്ങും. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ഡിറ്റക്റ്റീവ് ഇല്ലേ അവൻ്റെ പവേഴ്സ് വെച്ചിട്ട് നമ്മളുടെ ബിറ്റ്നേനെ ഒരു നൈറ്റ് മെയറിലോട്ട് കൊണ്ടുപോകും. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ മുമ്പിൽ കാണുന്നത് നമ്മളുടെ ദാവോൺ അവളെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് അവനെ തിരിച്ചടിക്കാനൊന്നും തോന്നത്തില്ല. അവൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ സൈഡിൽ നിന്നിട്ട് നമ്മളുടെ ദാവോൺ ആണെങ്കിൽ അവളുടെ പേര് വിളിക്കും. അപ്പോൾ അവളാണെങ്കിൽ ആ നൈറ്റ് മെയറിൽ നിന്ന് പുറത്തോട്ട് വരും. നോക്കുമ്പോൾ എന്തുവാ ഈ ഡിറ്റക്റ്റീവ് തന്നെയാണ് അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഡിറ്റക്റ്റീവ് നമ്മളുടെ ദാവോണെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ തന്നെ ബിറ്റ്നേനെ സഫർ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ബിറ്റ്നെ ആണെങ്കിൽ അവളുടെ ഫുൾ പവേഴ്സ് എടുത്തിട്ട് അവന്റെ കയ്യിലുള്ള ആ വെപ്പൺ വെച്ചിട്ട് തന്നെ അവനെ അങ്ങ് കുത്തിക്കൊല്ലും. പെട്ടെന്ന് തന്നെ നമ്മുടെ ദാവോണിനെ വന്നിട്ട് നമ്മളുടെ ബിറ്റ്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയും നിനക്കൊരു ആപത്തും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കത്തില്ല, നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുമെന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാണിക്കും. അതായത് ഇപ്പോൾ വന്ന ആ ഡീമനില്ലേ അവനവൻ്റെ കയ്യിലുള്ള ആ വാളും എടുത്തിട്ട് നമ്മളുടെ ബിറ്റ്നെ കുത്താൻ വേണ്ടിയിട്ട് പുറകെ വരുന്നത്. എന്നാൽ ഇത് കാണുന്ന ദാവോൺ പെട്ടെന്ന് തന്നെ നമ്മളുടെ ബിറ്റ്നെ കവർ ചെയ്ത് അവളുടെ ഫ്രണ്ടിലായിട്ട് കയറി അങ്ങ് നിൽക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.